ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞുടുപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് കോളർ നെക്കോട് കൂടിയിട്ടുള്ളൊരു കുഞ്ഞുടുപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിലും ഈ കുഞ്ഞുടുപ്പ് ഈ കോട്ടണിലൊക്കെ കാണുന്നത്, കോട്ടൻ്റെ കുഞ്ഞുടുപ്പുകൾ ഇട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കട്ട് പീസായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയലിൻ്റെ ഷോപ്പുണ്ട്, പരാഗ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽസിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവർ അവിടെ കട്ട് പീസായിട്ട് ഇങ്ങനെ ഓരോരോ ബോക്സിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്കതിൽ നല്ല മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മേടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതൊരു മീറ്റർ ആയിട്ടൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 200 സംതിങ് ഒക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ കട്ട് പീസിലേക്ക് മാറ്റുമ്പോൾ നമുക്കത് ഒരു 100 രൂപയ്ക്കൊക്കെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ചിലപ്പോൾ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കതൊക്കെ കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് പീസൊക്കെ വെച്ചിട്ട് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഭയങ്കര ലാഭകരമായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഷോപ്പുകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത് കറക്റ്റ് അത്രയും അളവിനുള്ള തുണി വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു കുഴപ്പമുണ്ടാവും. അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു കട്ട് പീസ് ആണെങ്കിൽ നമ്മൾ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പം ഞാനിതാ ലൈനിങ്ങിലാണ് ഞാൻ അളവൊക്കെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ഉടുപ്പിൻ്റെ ഒരു അളവിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ കോളർ നെക്ക് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് ഇറക്കം എത്രയാണെന്നുള്ളത് അളന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ഇറക്കം എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളർ നെക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ കോളർ നെക്കായിട്ട് അതിനൊരു അളവ് വേണം. അപ്പോൾ മോളുടെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ടീഷർട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കോളർ നെക്കിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവില്ലേ, ബാക്കിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് എവിടെ നിന്നാണോ ആ കോളർ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതുവരെ ഒരു മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് നമ്മൾ അളവൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് നമ്മൾ അളവ് ഉള്ള ഡ്രസ്സിൻ്റെ മേലെ നിന്ന് എങ്ങനെ അതുപോലെ തന്നെ എടുത്ത് തയ്ക്കാമെന്നാണ് നോക്കണം. അളവ് എടുക്കുന്നില്ല കേട്ടോ, ഡ്രസ്സ് അതുപോലെ വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് വശം ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ബാക്ക് വശം ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തു, ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇപ്പം നമ്മൾ ലൈനിങ്ങിൽ ബാക്ക് വശം ഫ്രണ്ട് വശം ഒരുപോലെ തന്നെ തുണി മടക്കിയിട്ടിട്ട് ഇപ്പോൾ ബാക്ക് വശം കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇത്തിരി പീസ് മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മടക്കിയതാണല്ലോ, ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം മാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് പോർഷനാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഈ ബാക്ക് വശം നമ്മളിപ്പോൾ അളവെടുത്ത് കട്ട് ചെയ്തു, ആ കട്ട് ചെയ്ത ഭാഗം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗം എങ്ങനെയാണെന്നുള്ളത് അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ടീഷർട്ടിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എത്രയാണോ കഴുത്തിന് ഇറക്കം വന്നിട്ടുള്ളത് അത്രയും ഇറക്കം ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ചുരിദാറൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ തന്നെ വെച്ച് തയ്ക്കില്ലേ, അളവെടുക്കാതെ ചുരിദാർ അങ്ങനെ ഡ്രസ്സിൻ്റെ മേലെ വെച്ചിട്ട് തയ്ച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കൂടെ അങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കാം. ഇനി നമ്മളിപ്പോൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് മുൻപ് നമുക്കിതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും ഒക്കെ ഒന്ന് അളവെടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടീഷർട്ട് ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ അളവും കൈക്കുഴിയുടെ അളവും അതൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ലൈനിങ്ങിന് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ബാക്ക് കഴുത്താണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബാക്ക് കഴുത്തിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ട് പിന്നീടാണ് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങും നമ്മൾ ഉടുപ്പ് തയ്ക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് രണ്ടും കൂട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഓരോരോ ഭാഗങ്ങളുണ്ടല്ലോ, അതായത് ബാക്ക് ഭാഗത്തെ ലൈനിങ് അതിൻ്റെ മെറ്റീരിയലിന് മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് മറിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ തെന്നി പോയെന്ന് വെച്ചെങ്കിൽ നമ്മുടെ അളവ് മൊത്തം മാറും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉടുപ്പ് തയ്ക്കേണ്ട ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് ഫ്രണ്ട് ഭാഗമാണല്ലോ, അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാനങ്ങനെ ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ച് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം കുഞ്ഞ് കഴുത്താണല്ലോ കോളർ കൂടെ വരുന്നത്, കാരണം കുഞ്ഞ് കഴുത്തല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ കഴുത്താൽ അതിനുള്ളിലൂടെ കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാവും, കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമാവും കേട്ടോ. അതിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു കട്ട് പീസ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി 2 കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഉള്ളോട്ടൊന്ന് വെച്ചിട്ട് മടക്കിയിട്ട് അതിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 2 ഭാഗവും നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗവും ബാക്ക് വശത്തെയും ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബട്ടൺ വെക്കാനുള്ള ഭാഗമുണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെന്നി പോവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇനി നമ്മൾക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡർ 2 സൈഡും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് ടാസ്ക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സംഭവം എളുപ്പമാണ് കേട്ടോ. എളുപ്പമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അളവെടുക്കുക, മൊത്തത്തിൽ കഴുത്തിൻ്റെ അളവെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് എടുക്കുക, തെറ്റാതെ എടുക്കുക. ഒരു പോയിൻ്റ് മാറിയിടുമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അളവും എടുത്ത് വരിക. കഴുത്തിൻ്റെ ഭാഗത്തെ അളവെടുത്തതിന് ശേഷം നമ്മൾ കോളർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാവില്ല, ആ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേ കളറുള്ള തുണി തന്നെയാണ് കേട്ടോ ഞാൻ കോളർ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതാ ഇത്ര ഒരു 13 എങ്ങാനാണ് എനിക്ക് വേണ്ടി വന്നത്, 13 ഇഞ്ച് ഒട്ടും വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ട എന്താ വെച്ചെങ്കിൽ നമ്മൾ കോളറിൻ്റെ ഒരു മോഡലിൽ ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയെന്ന് ചെയ്യേണ്ട കേട്ടോ. കോളറിൻ്റെ മോഡലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആൾറെഡി ഒരു കോളർ ഉണ്ടായിരുന്നു, അതിൻ്റെ മോഡലിൽ. ഇത് ചെറുതാണ്, അപ്പോൾ ഇത് ഞാൻ വെക്കുന്നില്ല. ഈ ഉടുപ്പിന് ഇത് വെച്ച അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ അതേ മോഡലിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കട്ടെ. മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോളറിൻ്റെ മോഡലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ നിശ്ചയില്ലെങ്കിൽ നമ്മൾ പേപ്പറിലൊക്കെ ഒരു കോളർ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിതുപോലെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. മെറ്റീരിയൽ തന്നെ മാർക്ക് ചെയ്യേണ്ട, പേപ്പറിലൊന്ന് മാർക്ക് ചെയ്തിട്ട് മെറ്റീരിയൽ മാർക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ തയ്ക്കുന്നവരുണ്ടല്ലോ, അവരോടാട്ടോ പറഞ്ഞുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മോഡലിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 2 മെറ്റീരിയലും കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് തയ്ച്ച് വന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കോളർ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ കഴുത്തിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ 2ൻ്റെയും സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി സംഭവം എളുപ്പമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പണിയൊന്നുമില്ല. എന്നിട്ട് ഈ കോളർ നമ്മൾ 2 മെറ്റീരിയൽ കൂട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആദ്യം ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴുത്തിനോടൊത്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇത് ഭയങ്കര എളുപ്പമായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് താഴെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല, കാരണം നമ്മൾ സാധാരണ അംബ്രല്ല ഫ്രോക്കിനൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ പണിയുള്ളൂ, അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഫൈനലി നമ്മുടെ ഉടുപ്പിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾ ഇതുപോലെ കോളറിൻ്റെയൊക്കെയുള്ള ഫ്രോക്ക് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. ലെച്ചൂസ് ഭയങ്കര മെലിഞ്ഞത് കൊണ്ട് തന്നെ അധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നും അവൾക്ക് വരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.